JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനം പിള്ള. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ദോഷമുണ്ട്, ഈ നക്ഷത്രദോഷമുണ്ട് എന്ന് കരുതുന്ന ചില നാളുകാരുടെ നക്ഷത്രമുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള ചില വഴികളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ചും ഈ പൂരാട നക്ഷത്രമാണ് ഇന്ന് പറയുന്നത്. ഇപ്പോൾ പൂരാട നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിച്ചാൽ അച്ഛനും, രണ്ടാം പാദത്തിൽ ജനിച്ചാൽ ഒന്നാം പാദത്തിൽ ജനിച്ചാൽ അമ്മയ്ക്കും, രണ്ടാം പാദത്തിൽ ജനിച്ചാൽ അച്ഛനും, മൂന്നാം പാദത്തിൽ ജനിച്ചാൽ അമ്മാവനും, നാലാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ആ ജനിച്ച കുട്ടിക്കും ദോഷമുണ്ട് എന്ന് പറയുന്നത് കേട്ട് പലരും അച്ഛനോ അമ്മയ്ക്കോ കുട്ടിക്കോ അമ്മാവനോ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയും ഭയവും കൊണ്ട് പലരും ഇതന്വേഷിച്ചിട്ട് എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ തിരക്കി നടക്കുകയും പലരോടും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ പഴയ ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ ഇത്തരം നാളുകളിലൊക്കെ ജനിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചൊക്കെ ഈ കേട്ടറിവുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് അത് നോക്കിക്കണം, അത് ആരോടെങ്കിലും ചോദിക്കണം, അതങ്ങനെ ദോഷം വരാം, ഇത് പിന്നെ ചിലർ തൻകാല്, അച്ഛൻകാല്, അമ്മക്കാല് എന്നൊക്കെ ഇങ്ങനെ ഉള്ള ചില ഭാഷാപ്രയോഗങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഭീതിയും പേടിയും ഭയവും ഒന്നും ഉണ്ടാകാതിരിക്കാനും അങ്ങനെയുള്ള ഏതെങ്കിലും നാളിലാണ് ജനിച്ചത് എങ്കിൽ അതിൽ ദോഷമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടറിയാനും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ആദ്യം പറഞ്ഞ ഒന്നാം കാലിൽ ജനിച്ചാൽ അച്ഛനും അമ്മയ്ക്കും, രണ്ടാം കാലിൽ ജനിച്ചാൽ അച്ഛനും, മൂന്നാം കാലിൽ ജനിച്ചാൽ അമ്മാവനും, നാലാം കാലിൽ ജനിച്ചാൽ, നാലാം പാദത്തിൽ ജനിച്ചാൽ ആ ജനിച്ച കുട്ടിക്കും ദോഷമുണ്ട് എന്ന് പറയുന്നത് ഒരു സാമാന്യ വിവരം മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു കാര്യം പറയുന്നത്, ഈ നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം, ഇപ്പോൾ പൂരാടൻ നാളിൽ ജനിച്ചതുകൊണ്ട് മാത്രം ദോഷം ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിക്കാനും പറ്റില്ല. കാരണം പൂരാട നക്ഷത്രത്തിൽ ജനിച്ചാൽ മാത്രം പോരാ, ലഗ്നരാശി ധനുവായിരിക്കണം, ശനിയാഴ്ച ആയിരിക്കണം, തിഥി ചതുർത്ഥിയോ നവമിയോ ചതുർദശിയോ ആകണം. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ദിവസം, അതായത് ഈ എല്ലാ ലക്ഷണങ്ങളും കൂടെ ഒത്തുവന്ന ദിവസമാണെങ്കിൽ, അതായത് ജനിച്ച രാശി ലഗ്നം എന്ന് പറയുന്നത് ധനുവായിരിക്കണം, ആഴ്ച ശനിയാഴ്ച ആയിരിക്കണം, തിഥി ചതുർത്ഥിയോ നവമിയോ ചതുർദശിയോ, ഇങ്ങനെ ഇതെല്ലാം കൂടി ഒത്തുവരികയാണെങ്കിൽ ഒരുപക്ഷെ ദോഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സൂചന നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ പാദദോഷം എന്ന് പറയുമ്പോൾ, പാദം എന്ന് പറഞ്ഞാൽ 4/1 എന്നാണ്, കാൽഭാഗം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിന് ഒന്നാം പാദം, രണ്ടാം പാദം, മൂന്നാം പാദം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ജാതകം എഴുതുകയോ ഒരു ഗ്രഹനില എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ കാണും, ഇപ്പം പൂരാട നക്ഷത്രം ഒന്നാം പാദം അല്ലെ രണ്ടാം പാദം എന്നൊക്കെ എഴുതി വച്ചിരിക്കും. ഈ പാദം എന്ന് പറയുന്നത് ആകെയുള്ള നക്ഷത്രം എത്ര മണിക്കൂറുണ്ടോ അതിനെ 4ആയിട്ട് ഭാഗിച്ചതിൽ എത്ര ഭാഗം വരുമോ അതനുസരിച്ചാണ്. അപ്പോൾ ആദ്യത്തെ 4-1 ഭാഗമാണെങ്കിൽ, അതായത് ഇപ്പോൾ 24 മണിക്കൂറായിട്ട് നമ്മളങ്ങ് ഉദാഹരണം പറയാം. ഇപ്പോൾ 24 മണിക്കൂർ ഒരു ദിവസം കൃത്യമായിട്ടൊരു നാൾ വരുന്നില്ല. കാരണം ഒരു നക്ഷത്രം ചിലപ്പോൾ 24 മണിക്കൂറിൽ കൂടുതലും വരാം, കുറച്ചും വരാം. ചിലപ്പോൾ 25 മണിക്കൂറോ 25 മണിക്കൂർ കൂടുതലും വരാം, ചിലപ്പോൾ 23 മണിക്കൂർ ആകാനും മതി. അപ്പോൾ അങ്ങനെ എത്ര മണിക്കൂർ എത്ര മിനിറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മളൊരു പഞ്ചാംഗം എടുത്ത് വെച്ച് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. അത് തുടങ്ങിയ സമയവും അവസാനിക്കുന്ന സമയവും കൂട്ടി നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ മണിക്കൂറിന് നാഴികയാക്കാൻ 2.5 നാഴികയാണ് ഒരു മണിക്കൂർ. ഒരു നാഴിക എന്ന് പറയുന്നത് 24 മിനിറ്റാണ്. ഒരു വിനാഴിക എന്ന് പറയുന്നത് 24 സെക്കൻഡ്. അപ്പോൾ ഈ മണിക്കൂറിന് നാഴികയാക്കാനും നാഴികയെ മണിക്കൂറാക്കാനും ഈ 2.5 കൊണ്ട് ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യുമ്പോൾ കിട്ടും. കാരണം ഒരു മണിക്കൂർ 2.5 നാഴികയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മണിക്കൂറും മിനിറ്റും എടുക്കുമ്പോൾ, മണിക്കൂറും മിനിറ്റും എടുക്കുന്നതാണ് സൗകര്യം. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ആ നാൾ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പറയുന്ന പൂരാട നക്ഷത്രം എത്ര മണിക്കൂറുണ്ട് എന്ന് മനസ്സിലാവും. അതിനെ 4ആയിട്ട് ഭാഗിക്കുമ്പോൾ ഒരു കാൽഭാഗം അല്ലെങ്കിൽ ഒരു പാദം എത്ര മണിക്കൂർ വരും എന്ന് നമുക്കറിയാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് 24 മണിക്കൂർ ആണെന്ന് നമ്മൾ കണക്ക് കൂട്ടിയാൽ അതിൻ്റെ 4/1 എന്ന് പറയുന്ന 6 മണിക്കൂറാണല്ലോ. അപ്പോൾ പൂരാടം നക്ഷത്രം തുടങ്ങി 6 മണിക്കൂറിനകമാണ് ജനിക്കുന്നതെങ്കിൽ ഒന്നാം പാദം എന്ന് സാമാന്യമായി പറയും. രണ്ടാമത്തെ 6 മണിക്കൂറാണെങ്കിൽ രണ്ടാം പാദമെന്നും, മൂന്നാമത്തെ 6 മണിക്കൂറിലാണെങ്കിൽ മൂന്നാം പാദമെന്നും, അവസാനത്തെ
6 മണിക്കൂറിനാണ് 4-ാം പാദം എന്നും പറയുന്നത് സാമാന്യമായി വരും. ഇനി 1-ാം പാദത്തിൽ ജനിച്ച കുഞ്ഞ് 1-ാം പാദത്തിൻ്റെ ദോഷ സമയത്താണോ ജനിച്ചത് എന്നറിയണമല്ലോ. അങ്ങനെ അറിയാനുള്ള വഴിയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 6 മണിക്കൂർ 1-ാം പാദം, ആ 6 മണിക്കൂറിനെ വീണ്ടും 4ആയി ഭാഗിക്കുക എന്ന് പറഞ്ഞാൽ 4-ൽ 4 എന്നാണ്. 4-1-ൻ്റെ 4-1. അപ്പം 4-1 6 മണിക്കൂറിന് വീണ്ടും 4ആയിട്ട് ഭാഗിക്കുമ്പോൾ 1.5 മണിക്കൂർ വരും. അപ്പോൾ 1-ാം പാദത്തിൽ 1-ാം കാലിൽ ജനിക്കുന്ന കുഞ്ഞ് എന്ന് പറഞ്ഞാൽ ആ നാൾ തുടങ്ങി ആദ്യത്തെ 1.5 മണിക്കൂറിനകത്ത് ജനിച്ചിരിക്കണം. അങ്ങനെ ജനിച്ചാൽ 1-ാം പാദ ദോഷ സമയത്ത് വരും. അതാണ് അറിയേണ്ട കാര്യം. ഇനി 2-ാം പാദത്തിലാണ് ജനിച്ചത് എങ്കിൽ ആ 1-ാം പാദം ആദ്യത്തെ 6 മണിക്കൂർ അങ്ങ് മാറ്റുന്നു. 2-ാമത്തെ 6 മണിക്കൂറിൻ്റെ 2-ാം പാദമാണ് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഒരു പാദമായ 1.5 മണിക്കൂർ കൂടി ഈ 6ൻ്റെ കൂടെ കൂട്ടുമ്പോൾ 7.5 മണിക്കൂർ വരും. അപ്പോൾ 7.5 മണിക്കൂർ കഴിഞ്ഞ് 2-ാമത്തെ പാദമായ 4-ൽ 4ആയ 1.5 മണിക്കൂർ. അപ്പോൾ 7.5 മണിക്കൂർ കഴിഞ്ഞ് 9 മണിക്കൂറിനകത്താണ് കുഞ്ഞ് ജനിച്ചത് എങ്കിൽ 2-ാം പാദത്തിൻ്റെ ദോഷ സമയത്താണ്. 3-ാം പാദമാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ 2 പാദം 6 വാരം 12 മണിക്കൂർ നമ്മളങ്ങ് മാറ്റി. പിന്നത്തെ പാദത്തിൻ്റെ 4ആയിട്ട് ഭാഗിക്കുമ്പം ആ 2 ഭാഗം അതായത് 3 മണിക്കൂറും കൂടെ മാറ്റി. അപ്പോൾ 12 3 15 മണിക്കൂർ വരും. അപ്പോൾ 15 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത 1.5 മണിക്കൂർ സമയം, ആ 16.5 മണിക്കൂർ 12 3 15 കഴിഞ്ഞ് 16.5 മണിക്കൂറിനകത്താണ് ജനിക്കുന്നത് എങ്കിൽ നമുക്ക് പറയാം അത് 3-ാം പാദത്തിലാണെന്ന്. ഇനി അവസാന പാദമാണ് 4-ാം പാദത്തിലാണ് ജനിച്ചത് എങ്കിൽ ദോഷമുള്ള സമയം എന്ന് പറഞ്ഞാൽ ആ നക്ഷത്രം അവസാനിക്കുന്ന സമയത്തെ അവസാനത്തെ 1.5 മണിക്കൂർ. ഈ 1.5 മണിക്കൂറിനാണ് ജനിച്ചത് എങ്കിൽ നമുക്ക് ആ കുട്ടി ദോഷ സമയത്താണ് ജനിച്ചത് എന്നും പറയാം. ഇങ്ങനെയാണ് ഓരോ പാദങ്ങളും 1-ാം പാദമാണോ 2-ാം പാദമാണോ 3-ാം പാദമാണോ 4-ാം പാദമാണോ എന്ന് നിശ്ചയിക്കുന്നതും അത് ആ ദോഷ സമയത്താണോ ജനിച്ചത് എന്നും നമ്മൾ നിശ്ചയിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ പാദത്തിൽ മാത്രം ജനിച്ചത് കൊണ്ട് ദോഷം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കാരണം അത് ഇവിടെ നേരത്തെ പറഞ്ഞു, ജനിച്ച രാശി ധനുവായിരിക്കണം, ശനിയാഴ്ച ആയിരിക്കണം, ചതുർത്ഥിയോ നവമിയോ ചതുർദശിയോ ആയിരിക്കണം. ഇങ്ങനെയെല്ലാം ഒത്തുവരികയും ഈ പറഞ്ഞ ഓരോ കാൽഭാഗങ്ങളും എടുക്കുമ്പോൾ 1-ാം പാദമായാലും ഏത് പാദമായാലും ആ പാദത്തിൻ്റെ ദോഷ സമയത്താണ് കുട്ടി ജനിച്ചത് എന്ന് വ്യക്തമാവുകയും ചെയ്യുമ്പോൾ ദോഷത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് തരുന്നത്. പിന്നെ നമ്മൾ നോക്കാൻ ഇത്രയും വന്നാലും നമ്മൾ പിന്നെ നോക്കേണ്ട ഒരു കാര്യം, ജനിച്ച സമയത്ത് ചന്ദ്രൻ ബലവാനാണോ, പക്ഷബലമുണ്ടോ, ആ ചന്ദ്രൻ ഇഷ്ടഭാവത്തിലാണോ നിൽക്കുന്നത്. അതുപോലെ കാരണം ലഗ്നവും ചന്ദ്രനും രണ്ടും 2 രാശിയാണല്ലോ വരുന്നത്. അപ്പോൾ ചന്ദ്രൻ ബലവാനായി ഇഷ്ടഭാവത്തിൽ ശുഭന്മാരുടെ യോഗദൃഷ്ടിയോട് കൂടിയാണ് നിൽക്കുന്നത് എങ്കിൽ മുമ്പ് പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഉള്ള ദോഷ സമയത്താണ് ജനിച്ചത് എങ്കിൽ പോലും ആ ദോഷത്തിൻ്റെ തീവ്രമായ അനുഭവം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. ഇനി 3-ാമതായി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഏത് പാദത്തിലാണോ ഒരാൾ ജനിച്ചത്, അപ്പോൾ ഒന്നുകിൽ അമ്മയ്ക്ക് ദോഷം, അല്ലെങ്കിൽ അച്ഛന് ദോഷം, അല്ലെങ്കിൽ അമ്മാവിന് ദോഷം, അല്ലെങ്കിൽ കുഞ്ഞിന് ദോഷം, ഇങ്ങനെയുള്ള പാദങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഏത് പാദത്തിലാണോ ജനിച്ചത്, ആ ഏത് പാദത്തിൻ്റെ വ്യക്തിക്കാണോ ദോഷം, ഇപ്പം അമ്മയ്ക്കാണ് ദോഷം അല്ലെങ്കിൽ അച്ഛനാണ് ദോഷം എന്ന് നമ്മൾ കണ്ടെത്തിയാൽ അവരുടെ ജാതകപ്രകാരവും നാളിൻ്റെ അടിസ്ഥാനത്തിലും അവരുടെ ദശാസന്ധിയും മറ്റും പരിശോധിക്കുമ്പം ദോഷമുള്ള സമയമാണ് അല്ലയോ എന്ന് നമ്മൾ വ്യക്തമാകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അല്ല എങ്കിലും ഈ പറയുന്ന ദോഷഫലം അനുഭവിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അതുപോലെ ഇതിലൊക്കെ പറയുന്ന സമയങ്ങളെന്ന് പറഞ്ഞാൽ ചിലതിന് 6 മാസം പറയുന്നു, ചിലതിന് 1 വർഷം പറയുന്നു, ചിലതിന് 10 വയസ്സോ 9 വയസ്സോ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏത് കാര്യമായാലും കുഞ്ഞിൻ്റെ ഗ്രഹനിലയും അതുപോലെ തന്നെ ഏത് പാദത്തിലാണോ ജനിച്ചത് ആ പാദമനുസരിച്ച് ആ വ്യക്തിക്ക് വരുന്ന ഗ്രഹനിലയും നമ്മൾ പരിശോധിക്കുമ്പോൾ അത്ര മോശമല്ലാത്ത സമയമാണെങ്കിൽ ഒന്നും പേടിക്കാനില്ല എന്നുള്ളതാണ്. അപ്പം ആവശ്യമില്ലാത്ത ഭീതിയും ഭയവും, കാരണം പലർക്കും ടെൻഷനാണ്. വീട്ടിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവരിങ്ങനെ പിന്നെ അച്ഛന് ദോഷമാണ് എന്ന് പറയുമ്പം അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും അത് കാരണം ആ കുട്ടിയോടുള്ള മനോഭാവത്തിന് അതിന് വ്യത്യാസം വരും.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ്. ഇത് ജ്യോതിഷം പഠിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒരു വീട്ടിലൊരു പഞ്ചാംഗം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിച്ച് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാനുള്ള ഒരു സാഹചര്യം. അതിന് ഒരുപാട് ജ്യോതിഷമൊന്നും പഠിക്കണ്ട. കാരണം ഇച്ചിരി കണക്ക് കൂട്ടാൻ പഠിച്ചാൽ മതിയല്ലോ. അത് വീട്ടിലുള്ള ആർക്കെങ്കിലും അറിയാമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇത് നോക്കി നിങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന വിധത്തിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.